PSC ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ച് വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ആർദ്രം. 10th പ്രിലിംസ് എക്സാം സ്റ്റേജ് 2-ൽ ചോദിച്ചത്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? സുകൃതം. യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1 2023-ൽ ചോദിച്ചത്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? താലോലം. യൂണിവേഴ്സിറ്റി LGS എക്സാം സ്റ്റേജ് 2 2023-ൽ ചോദിച്ചത്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? മൃതസഞ്ജീവനി. 2022-ലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? സ്വീഡൻ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2023-ൽ ചോദിച്ചത്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ജൂനിയർ അസിസ്റ്റന്റ് LD ക്ലർക്ക് 2023-ൽ ചോദിച്ചത്. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ജൂനിയർ അസിസ്റ്റന്റ് LD ക്ലർക്ക് 2023-ൽ ചോദിച്ചത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2023-ൽ ചോദിച്ചത്. വിറ്റാമിൻ H എന്നറിയപ്പെടുന്ന ജീവകം? ബയോട്ടിൻ. വിറ്റാമിൻ G എന്നറിയപ്പെടുന്ന ജീവകം? റൈബോഫ്ലാവിൻ.